നമസ്കാരം, നദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയാബീൻ റോസ്റ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച സോയാബീനാണ്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാൻ ചൂടാക്കാൻ വെക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. സോയാബീൻ എല്ലാം ഇതിനകത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. സോയാബീൻ ഇട്ട പാത്രത്തിൽ തന്നെ ഒരു കിഴങ്ങ് അരിഞ്ഞിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, നന്നായി ഒന്ന് ഇളക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കാം. തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. തീ വളരെ കുറച്ച് വെക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം. തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് സോയാബീൻ ഊറ്റിയെടുത്തപ്പോൾ ഉള്ള വെള്ളമാണ്. ഓപ്ഷനിലാണ്. അതില്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. കുറച്ചൊഴിച്ചാൽ മതി. ഒരു 1/2 ഗ്ലാസ്. ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് നല്ലതുപോലെ ഇളക്കാം. സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.